ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ശാന്തരമായ തീരങ്ങളിലൂടെ കടന്നു വരുന്ന ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും അത് നമ്മുടെ ഖൽബിൽ ഊന്നിക്കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിസ്സാരമായി കണക്കാക്കുന്ന പല കാര്യങ്ങളും, അതുപോലെ വേറെ ചില കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ടെടുക്കുന്ന ചിലത് അതൊന്നുമല്ലാതായി പോകുന്നതൊക്കെ പല കാര്യങ്ങളും നമുക്ക് തന്നെ അറിയാം. ഇന്നിപ്പോ പലരും ഇന്ന് പലരും വിചാരിക്കുന്നുണ്ടാകും മുഖസൗന്ദര്യത്തിനും എല്ലാം നല്ല മരുന്ന് കിട്ടും, ഇൻഷാ അല്ലാഹ് തരും. അത് വേണ്ടുന്ന കോലത്തിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ മുഖത്തേക്ക് ഒരാൾ നോക്കിയാൽ തന്നെ നല്ല പ്രകാശമായിരിക്കും. എത്ര കറുത്ത ആളാണെങ്കിലും അവരുടെ മുഖത്ത് ഒരു പ്രകാശമുണ്ടാകും. അവരുടെ മുഖത്ത് സൗന്ദര്യം അല്ലാഹു തആല തോന്നിപ്പിച്ചു കൊടുക്കും. അതവരുടെ മനസ്സിലും ആ സൗന്ദര്യമുണ്ടാകും, മുഖത്തുമുണ്ടാകും. അല്ലേ? ചില മനുഷ്യന്മാരെ കണ്ടാൽ കാണ്ടാമൃഗത്തെക്കാളും വല്ലാത്ത കഷ്ടം. എന്താ കാരണം? ഒന്നുമില്ല. എത്രയോ ആളുകൾ നല്ല വെളുത്ത, നല്ല തുടുത്ത, ചുമപ്പൊക്കെ ഉള്ള മനുഷ്യന്മാരെ മുഖത്തേക്ക് നോക്കിയ ഒരു സൗന്ദര്യം കാണാനില്ലല്ലോ. നാലവിടം അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബിയായ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരാൾ കടന്നു വന്നിട്ട് പറയാ, ജാബിർ തങ്ങളെ, ജാബിർ തങ്ങളെ എല്ലാവരും എന്നെ കളിയാക്കുകയാണ്. എന്റെ മുഖത്ത് വസൂരി പോലത്തെ രോഗം വന്നിട്ട് കുത്തുകുത്തായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും എന്നെ കളിയാക്കിയിട്ട് കടന്നു വരികയാണ്. അതുകൊണ്ട് പുറത്തിറങ്ങാനോ നിസ്കരിക്കാൻ വരാനോ ഒരു അമല് ചെയ്യാൻ എവിടെങ്കിലും പോകുവാനോ കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് എന്റെ മുഖത്തിന്റെ ഈ ഒരു അവസ്ഥ മാറാൻ ഒന്ന് ദുആരക്കുമോ? ജാബിർ റളിയല്ലാഹു അൻഹു ആണെങ്കിലോ ആരെന്ത് പറഞ്ഞാലും എപ്പോഴും ദുആ ചെയ്യുന്നവരാണ്. ആരെന്ത് പറഞ്ഞാലും അതുപോലെ ചെയ്യുന്നവരാ. അത്ര സ്നേഹത്തോടെ കടന്നു വരുന്ന മഹാനുഭാവനായ ജാബിർ റളിയല്ലാഹു അൻഹു ഈ വന്ന മനുഷ്യനെ അരികിലേക്ക് വിളിച്ചിട്ട് പറയുന്നു, വല്ലാഹ്, എന്തിനാണ് പൊന്നുമോനെ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? എന്തിനാണ് പ്രയാസപ്പെടുന്നത്? എന്തേ നിന്റെ മുഖത്തിന് കുറ്റമുള്ളത്? ഇതെല്ലാം അല്ലാഹുവിന്റെ പടപ്പാണ്. കറുത്തവനും അല്ലാഹുവിന്റെ പടപ്പാണ്, വെളുത്തവനും അല്ലാഹുവിന്റെ പടപ്പാണ്, മാൻനിറമുള്ളവനും അല്ലാഹുവിന്റെ പടപ്പാണ്. കറുകറുത്ത നീഗ്രോ പോലുള്ള ശരീരമുള്ളവനും കറുത്തല്ലാഹുവേ വല്ലാത്ത സൗന്ദര്യം വർദ്ധിക്കുന്ന സമയം വരും. കറുകറുത്തുള്ള മനുഷ്യവനും അല്ലാഹുവിന്റെ അടിമയാണ്. എല്ലാവരെയും ഒരേ കുട കീഴിലാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവന്ന ഒരേ ഒരു നേതാവുണ്ട്, ലോകത്തിന്റെ തിരുദൂതരേ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹ് വെളുവെളുത്തിട്ടുള്ള സ്വഹാബിമാര്, കറുകറുത്തിട്ടുള്ള സ്വഹാബിമാര്, മുടി ചുരുണ്ടിട്ടുള്ള സ്വഹാബിമാരെ എല്ലാവരെയും ഒരേ കൊടക്കീഴിൽ ചേർത്ത് പിടിച്ചിട്ട് സാന്ത്വനത്തിന്റെ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ വാക്ക് പറഞ്ഞിട്ട് ഒരുമിച്ചൊരേ പാത്രത്തിൽ ഭക്ഷണം കഴിപ്പിച്ച് ഒരുമിച്ച് ഇരുത്തിച്ച്, അതുപോലെ ഒരുമിച്ച് ഓരോ കാര്യങ്ങൾക്ക് വിളിപ്പിച്ച് ഒരുമിച്ചിരുത്തി പഠിപ്പിച്ച ഒരു ഗുരുവര്യനുണ്ട്, മനസ്സിന്റെ രാജകുമാരനുണ്ട്, ലോകത്തിന്റെ മണിദീപമേ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. ഇവിടെ കറുപ്പ് ഇവിടെ വിഷയമല്ല, വെളുപ്പ് ഇവിടെ വിഷയമല്ല, മാൻനിറം ഇവിടെ വിഷയമല്ല. ഇനി എത്ര വല്ല കറുത്തവന്റെ മുഖത്ത് ഈമാനിന്റെ പ്രകാശം വരണോ, അത് അവന്റെ ഖൽബിലേക്ക് വരണോ? ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ നീ വീട്ടിലേക്ക് അങ്ങ് കടന്നു പോവുക, വീട്ടിലേക്ക് അങ്ങ് പോവുക, ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. ആ ഒരൊറ്റ ഗ്ലാസ് വെള്ളം മോനെ നീ എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളിലേക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം
ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. അവിടുന്ന് ആയത്തുൽ കുർസി ഓതിയിട്ട് കിടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് നിന്റെ മുഖമങ്ങ് കഴുകിയാൽ അത് നിന്റെ മുഖത്തിന് സൗന്ദര്യം വർദ്ധിക്കാൻ കാരണമാ. ആര് കണ്ടാലും നിന്റെ മുഖത്ത് കറുപ്പവർക്ക് അനുഭവപ്പെടില്ല. ആര് കണ്ടാലും നിന്റെ മുഖത്തുള്ള വസൂരി കുത്തവർക്ക് അനുഭവപ്പെടില്ല. ആര് കണ്ടാലും നിന്റെ കറുത്ത പാടുകളോ ഒന്നും അവിടെ അനുഭവപ്പെടില്ല. മറിച്ചിട്ട് നിന്റെ മുഖത്തിന് നല്ല സൗന്ദര്യമുള്ള, നിന്റെ മുഖത്തിന് നല്ല പ്രകാശമുള്ള, നിന്റെ മുഖത്തിന് നല്ല പ്രഭാകരണമുള്ള സൂര്യന്റെ പ്രകാശം പോലെ പ്രകാശിക്കും മറ്റുള്ളവരുടെ മുഖത്ത്. അവർ നിന്നെ നോക്കുമ്പോ നിന്റെ മുഖത്ത് നല്ല സൗന്ദര്യമാ. എന്തേ കാരണമെന്നറിയുമോ? നീ എവിടെ ആയത്തുൽ കുർസി ഓതിയിട്ട് ഓരോ ഗ്ലാസ് വെള്ളം കൊണ്ട് മുഖമൊന്ന് കഴുകിക്കോ. നിന്റെ മുഖത്ത് നോക്കുന്നവർ നിന്നെ കളിയാക്കില്ല, നിന്നെ കുറ്റപ്പെടുത്തില്ല, നിന്നെ ആക്ഷേപിക്കില്ല. അങ്ങനെ ഇദ്ദേഹം വീടിന്റെ ഉള്ളിലേക്ക് അങ്ങ് കടന്നുപോയി. വീട്ടിന്റെ ഉള്ളിലേക്ക് അങ്ങ് കടന്നു പോയിട്ട് പ്രിയപ്പെട്ടവളെ വിളിച്ചു, പെണ്ണേ, ഇന്നലെ വരെ നീ പോലും പറഞ്ഞിരുന്നല്ലോ എനിക്ക് സൗന്ദര്യമില്ലെന്ന്, എനിക്കതാ എന്നെ കാണാൻ കൊള്ളില്ലെന്ന്, എനിക്ക് തീരെ ബോധമില്ലെന്ന്. ഇൻഷാ അല്ലാഹ് നിനക്ക് വേണ്ടെങ്കിൽ എന്നെ ഒഴിവാക്കാം, നിനക്ക് വേണമെങ്കിൽ ഫസ്ഖ് ചെല്ലാം, അതല്ലാതെ എന്നെ കളിയാക്കല്ലേ. സ്വന്തം ഭാര്യയും സ്വന്തം മക്കള് പോലും കളിയാക്കുകയാണ്. എപ്പോഴും സ്വന്തം മക്കള് കളിയാക്കുന്നു. വാപ്പാ, ഇതെന്ത് കോലമാ, നിങ്ങൾ ഇനി എവിടെയും വരണ്ടല്ലോ, നിങ്ങൾ എന്റെ കൂടെ വരണ്ടല്ലോ, അതെനിക്ക് തീരെ ഇഷ്ടമല്ലല്ലോ ബാപ്പാ എന്ന് പറഞ്ഞിട്ട് മക്കള് പോലും കളിയാക്കുമ്പോ പ്രിയപ്പെട്ട പുന്നാര ഭാര്യ പറയുന്നു, ഇതെന്താണ്, എന്ത് ജന്മമാ, ഇതെന്തോ ഒരു കോലമാ. ദുനിയാവിന്റെ പുറത്ത് എത്ര ആണുങ്ങളുണ്ട്, അവരിതുപോലെയാണോ? നിങ്ങളെന്തേ ഇങ്ങനായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് വേദനപ്പെടുത്തുന്ന വാക്ക് പറയുന്നൊരു പെണ്ണായിരുന്നു. അങ്ങനെ ഓതിക്കൊണ്ട് കടന്നു പോവുകയാണ്. 7 ദിവസം കഴിഞ്ഞു, 8 കഴിഞ്ഞു, 9 കഴിഞ്ഞു, അപ്പോഴും ഭാര്യന്റെ കളിയാക്കൽ അവസാനിപ്പിച്ചില്ല. ഒരു വേള ഭാര്യ പറഞ്ഞു, ഇക്കാ ഞാൻ അവിടുന്ന് എന്റെ ഉമ്മയെ കാണാൻ പോകട്ടെ. അപ്പം പറഞ്ഞു വിട്ടു, 7 ദിവസം കഴിഞ്ഞിട്ട് വന്നാ മതി. അങ്ങനെ വീട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ തന്റെ ഭർത്താവ് ഇവിടെയില്ല. തന്റെ ഭർത്താവ് എവിടെയോ കച്ചവടത്തിനോ ജോലിക്കോ പോയി. അങ്ങനെ പ്രിയപ്പെട്ട ഭാര്യ ഇങ്ങനെ ഭർത്താവിനെ കാത്തു നിൽക്കുകയാണ്. കളിയാക്കുമെങ്കിലും ഭർത്താവിനോട് സ്നേഹമുണ്ട്. അങ്ങനെ കാത്തിരിക്കുമ്പോൾ അതാ തന്റെ ഭർത്താവ് ഇങ്ങനെ വരികയാണ് ദൂരത്തുനിന്ന്. ഭാര്യ അന്തം വിട്ടു നിൽക്കുന്നുണ്ട്. എന്ത് പറ്റി നിങ്ങൾക്ക്? നിങ്ങളുടെ മുഖം വല്ലാതെ പ്രകാശിക്കുന്നല്ലോ, നിങ്ങളുടെ മുഖം വല്ലാതെ തിളങ്ങുന്നല്ലോ. നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ അരികത്തുനിന്നാണോ വരുന്നത്? അതല്ല, എന്ത് പറ്റി നിങ്ങൾക്ക് ഇത്രയും പ്രകാശം വരാൻ എന്ന് പറഞ്ഞിട്ട് കാണാൻ കിതാബുകളിൽ താടിയിലൊന്ന് പിടിച്ചിട്ട് പറയാ, ഇപ്പാള് മൊഞ്ചനായല്ലോ, ഇപ്പോഴാണ് നല്ല ചുള്ളനായല്ലോ, ഇപ്പോഴല്ലേ നിങ്ങൾ നല്ല ഒരു മനുഷ്യനായത്. പക്ഷേ അദ്ദേഹത്തിന്റെ വസൂരിക്കുത്ത് മാറിയിട്ടില്ല, കറുപ്പ് മാറിയിട്ടില്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. അല്ലാഹുവേ, ആയത്തുൽ കുർസി എങ്ങോത്. പിന്നെ എത്ര ക്രീം ഇടുന്നതിനേക്കാൾ, എത്ര പൗഡർ ഇടുന്നതിനേക്കാൾ ഏറ്റവും നല്ല പ്രകാശം മറ്റുള്ളവർ നോക്കുമ്പോ ഇന്നെന്തിനാ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്? മറ്റുള്ളവരെ കാണിക്കാനാ? അല്ലെന്ന് പറയാൻ പറ്റോ? മറ്റുള്ളവർ നമ്മുടെ മുഖത്തേക്ക് നോക്കുമ്പോ പ്രകാശം തോന്നണമെന്ന് തോന്നിക്കാനാ? എന്നാൽ ആളുകൾ അറിയാതെ അവരുടെ കൽബിലേക്ക് നമ്മളെ കൊണ്ട് ഒരു അറ്റാച്ച്മെന്റ്, നമ്മളെ കൊണ്ടൊരു സന്തോഷം, ഒരു സൗന്ദര്യം തോന്നിക്കും. അതെങ്ങനെന്നറിയോ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം
ലാ തഅഖുദുഹു സിനത്തും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. ഈ പരിശുദ്ധമായ ഈ ഒരു സൂറത്തുണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണ് അനുഭവങ്ങൾ തരുന്നതെന്നറിയോ? രണ്ട് സമയത്താ നിങ്ങളുടെ മുഖത്ത് പ്രകാശം തരുന്നത്. ഒന്ന് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയം, രണ്ടാമത് ഇൻദൽ മൗത്ത്. റബ്ബേ, ഇങ്ങനെ മരിച്ചു കിടക്കുമ്പോ, ആ മരിച്ചു കിടക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്തെന്ത് പ്രകാശമാണെന്നറിയുമോ? അൽഹംദുലില്ലാഹ്, ഒരൊറ്റ ഗ്ലാസ് വെള്ളത്തിൽ ഒരായത്തിൽ കുർസിയ നിങ്ങൾ ഓതിയിട്ടങ്ങനെ മുഖമൊന്ന് കഴുകി നോക്ക്. നിങ്ങളുടെ മുഖം വല്ലാതെ പ്രകാശിക്കും, നിങ്ങളുടെ മുഖത്ത് നല്ല സൗന്ദര്യമാകും. അല്ലാഹുവേ, കേൾക്കുന്നത് ജീവിതത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. നിങ്ങളെന്ത് വിചാരിച്ചു അല്ലേ? ആ മനുഷ്യൻ അവിടുന്ന് നല്ല പ്രകാശം, മുഖത്തോട്ട് നോക്കുമ്പോഴെന്ത് പ്രകാശമാണെന്നറിയോ? മുഖം നല്ല പ്രകാശിക്കുന്നുണ്ട്. തന്റെ ഭർത്താവിന്റെ അങ്ങനെ കൊണ്ടുപോയി ഗോതമ്പിന്റെ റൊട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് മെല്ലെ അരികത്തി പിടിച്ചിരുത്തി. ഭാര്യ മെല്ലെ അരികത്തി പിടിച്ചിരുത്തി. എന്നിട്ട് നമ്മുടെയൊക്കെ ഒരു സ്വഭാവം, മെല്ലെ ചോദിച്ചു, എന്ത് ക്രീമ പുരട്ടി അല്ലേ? ചില ആളുകൾ ചോദിക്കും, ആ ക്രീമിന്റെ പേര് എന്ന് പറഞ്ഞെന്ന റാഹത്തായിരുന്നു, നല്ല വെളുപ്പായല്ലോ. അത് ഒന്നുമല്ല, വേറെ എന്തോ ഉണ്ട് സംഭവം, എന്തോ രഹസ്യമുണ്ട്, എനിക്കൂടെ പറഞ്ഞാ പ്ലീസ്. ഭാര്യ അരികത്തെ വിളിച്ചിരുത്തി ഭർത്താവിനോട് ചോദിച്ചു, അല്ല, നിങ്ങളുടെ മുഖം ഇങ്ങനെ വെളുക്കാൻ, നിങ്ങളുടെ മുഖം ഇങ്ങനെ പ്രകാശിക്കാൻ, യാ റബ്ബേ, വല്ലാത്ത അത്ഭുതം, അജബൻ അജബ, വല്ലാത്തൊരു അത്ഭുതം, എന്തേ പറ്റിയത്? ആ സമയത്ത് പറഞ്ഞു, അന്നത്തെ കാലഘട്ടത്തിൽ ചില അറബികള് ഈത്തപ്പഴം അവിടുന്ന് അരച്ചിട്ട്, പച്ച ഈത്തപ്പഴം അരച്ചിട്ട് മുഖത്ത് പുരട്ടാറുണ്ടായിരുന്നു, മുഖം പ്രകാശിക്കാൻ അന്ന്. ഇന്നിപ്പോ റബ്ബേ കാലം മാറി. ഇന്നിപ്പോ ഒരു കട്ടൻ ചായക്കുള്ള എല്ലാ പൊടിയും മുഖത്തിടാം. പിന്നെ കട്ടൻ ചായ, മോര്, തൈര്, പാല്, ഓരോന്നും കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. ഇനിയും പലതും വരാൻ കിടക്കുന്നുണ്ട്. തന്റെ ഭർത്താവിന്റെ അരികത്ത് ഇങ്ങനെ പോയിരുന്നിട്ട് ചോദിച്ചു, അല്ല, പ്രകാശിക്കാൻ എന്തേ നിങ്ങൾ ചെയ്തത്? ആ സമയം പെണ്ണ് പറഞ്ഞു, പെണ്ണേ, ഞാനൊന്നുമില്ല ചെയ്തതോ അറിവതുമില്ല. തങ്ങളുടെ ചാരേ ചെന്നു കരഞ്ഞാനേ, അവരുടെ മരുന്നാണല്ലോ, അത്ഭുത ഫലമാ മരുന്നതുമല്ലോ, അജബുകളായി തീർക്കും മരുന്ന് വിലയിൽ കൂടുതലാ. തന്റെ ഭർത്താവിനോട് ഭാര്യ ചോദിച്ചെന്തേ ഇത്ര വെളുപ്പ് വരാൻ കാരണം? നിങ്ങൾ അതിന്റെ വിലയെന്ന് പറയോ? തന്റെ ഭർത്താവ് പറഞ്ഞത്, ജാബിർ തങ്ങൾ പറഞ്ഞിട്ടുള്ള അത്ഭുത മരുന്ന്, ഇതിന് കുറച്ച് വില കൂടുതലാ, അത് ഞാൻ ഇൻഷാ അല്ലാഹ് നിനക്കും കൂടെ ഞാൻ അത് വാങ്ങിത്തരാം. അങ്ങനെ തന്റെ പ്രിയപ്പെട്ട ഭാര്യ അങ്ങനെ, അപ്പൊ ഭാര്യയോട് ചോദിച്ചു, നിന്റെ കയ്യിൽ ദിർഹമുകളുണ്ടോ? ഭാര്യയോട് പറഞ്ഞു, ഞാൻ നിനക്ക് മേടിച്ചുതരാം. അപ്പൊ ചോദിച്ചു, നിന്റെ കയ്യിൽ പിന്നെ എന്തെങ്കിലും ഉണ്ടോ, ദുരഹമകളെല്ലാം ഉണ്ടോ? ആ സമയത്ത് പറഞ്ഞു, വല്ലാഹില, എന്റെ കയ്യിലൊന്നുമില്ല. അങ്ങനെ അതാ തന്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുന്നത്, ഓരോ ദിവസവും അങ്ങനെ കൊണ്ടു കൊടുക്കുന്നത് ഇങ്ങനെ മാറ്റിവെച്ച് നല്ല ഒരു സംഖ്യയായപ്പോ ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയാ, നിങ്ങൾ ഉപയോഗിച്ച മരുന്ന് എനിക്ക് കൂടെ തരുമോ? ഉടൻ തന്നെ പറഞ്ഞു, മോളെ, ഒരു ഗ്ലാസ് വെള്ളമെടുക്ക്. ആ ഒരു ഗ്ലാസ് വെള്ളത്തിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ആയത്തുൽ കുർസി ഓതിയിട്ട് മുഖത്തങ്ങ് തേച്ചോ. ഭാര്യ കളിയാക്കി, പിന്നെ ഇപ്പൊ ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് ഇനി മുഖത്തോട് തേച്ചു കൊടുത്താൽ ചുമ്മാ. ഇത് നിങ്ങൾ വെറുതെ പറയാ അല്ലെ? ചില ആളുകൾ അങ്ങനെ, നമ്മൾ എത്ര നേരം പറഞ്ഞാലും പറയാ, അല്ലല്ല, വെറുതെ അല്ല, അത് നിങ്ങൾ വെറുതെ ഉണ്ടാക്കുക എന്ന് പറയുന്ന ടീമുണ്ടല്ലോ. അതേപോലെ വരും പറയാ, അതെന്താ ഇങ്ങനെ, നിങ്ങൾ തന്നെ പറ്റിക്ക. അപ്പോ ഈ സ്വഹാബിയുടെ ഇളയ കുട്ടി ഭയങ്കര കറുപ്പ, മൂപ്പരെ പോലെ നല്ല കറുപ്പ. നീ ഒന്ന് ചെയ്തു നോക്കി, എന്റെ കുട്ടിക്ക് ചെയ്. എനിക്കറിയാം നിങ്ങൾ വെറുതെ ബടായി അടിക്കാൻ. ഉടൻ തന്നെ ഇവിടുന്ന് അദ്ദേഹം പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ പൊന്നുമോന് ചെയ്യാ. പരുമോമിലാബിൻ ചാരണി എൻ കൺമണി പൊന്മോനെ,
ഉപ്പയോടെ ചാരനി വന്നിടുമോ പൊൻതേനെ കൺമണി നിൻ പോമുഖം കാണുവാനെന്തോരാശ ഇല്ലയെന്നാൽ സങ്കടം വരുന്നതാ നീരാശ. പുന്നാര മകൻ അരികിലേക്ക് വിളിച്ചു. പൊന്നുമകൻ അരികിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഉപ്പ ചെയ്തിരുന്ന വെള്ളം കൊണ്ട് മോൻ കഴുകു. അങ്ങനെ ആയത്തുൽ കുർസി ഓതി മുഖത്തങ്ങ് ഒഴിച്ചു കൊടുത്തു. 7ാമത്തെ ദിവസം ഇങ്ങനെ ദിവസങ്ങൾ കഴിയുമ്പോ അല്ലാഹുവേ ഭാര്യ നോക്കുമ്പോ ഇളയ കുട്ടി മറ്റുള്ള മക്കളെക്കാൾ പക്ഷേ കറുപ്പ് മാറിയിട്ടില്ലെങ്കിലും അവന്റെ മുഖത്ത് ഇങ്ങനെ പ്രകാശം തോന്നുകയാണ്. എവിടെ നോക്കിയാലും വെളുത്ത മക്കളുടെ ഇടയിലും അവന്റെ മുഖം ഇങ്ങനെ ചുമന്നിരിക്കുന്നുണ്ട്. അവന്റെ മുഖം വല്ലാത്ത പ്രകാശമാകുന്നുണ്ട്. ഉമ്മമാരെ, നിങ്ങളുടെ മക്കളുടെ മുഖത്തും അങ്ങനെ ചെയ്താൽ അത് അത്ഭുതമാണ്. അതുകൊണ്ട് ഈ ഒരൊറ്റ ആയത്തിൽ കുറിച്ച് മതി, വേറെ ഒരു കാര്യം വേണ്ട. നമ്മുടെ മുഖമൊക്കെ നല്ല പ്രകാശിക്കും. എത്ര കറുപ്പാണെങ്കിലും അവരുടെ മുഖത്ത് നോക്കിയാൽ ഒരു ഈമാനുണ്ട്. അവരുടെ മുഖത്ത് നോക്കിയാ ഒരു ഈമാൻ ഉണ്ടാകും. അങ്ങനെ 7 ദിവസം കഴിഞ്ഞ് ഭാര്യ നോക്കുമ്പോ അത്ഭുതമാ. പൊന്നുമകനങ്ങ് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോനെ ഇതെന്ത് രസമാണ്, കനവിന്റെ പൂവല്ലേ പൊന്നു മോനെ നീ അഴകല്ലേ അജബായി നീലെ സ്നേഹത്താലെ നിറഞ്ഞില്ലേ അല്ലാഹു തന്ന കലാമിൻ വാക്ക് നിറഞ്ഞില്ലേ അത്ഭുതമാലെ തിളങ്ങും നിന്റെ മോഖമല്ലേ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം നിറച്ചു കൊടുക്കണേ അല്ലാ, സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങളെ നീ എത്തിക്കണേ അല്ലാ. ഇന്ന് മുതൽ ജീവിതത്തിൽ കൊണ്ടുവരുന്നവരെ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ വിഷമങ്ങളെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ ജീവിതത്തിൽ വന്നുപോയ സകലമാന പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. അല്ലാഹുവേ മാരകമായ രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ, സങ്കടം തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ. മനസ്സിലെ ആഗ്രഹങ്ങൾ മനസ്സിലെ ആഗ്രഹങ്ങൾ സഫലമാകാനെന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, പനിയാണെന്ന് പറഞ്ഞവരുണ്ട്, അങ്ങനെ പല രോഗമാണെന്ന് പറഞ്ഞവരുണ്ട്. റാഹിമായ അല്ലാ, എല്ലാവരുടെ രോഗങ്ങൾക്കും നീ ശിഫ നൽകണേ അല്ലാ, സങ്കടങ്ങളെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ ആരൊക്കെ എന്തെല്ലാം രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് കഴിയുന്നവരുണ്ടോ അല്ലാഹുവേ അവർക്കൊക്കെ സന്തോഷവും സമാധാനവും നീ കൊടുക്കണേ അല്ലാ. രോഗങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാ, സങ്കടങ്ങളെ മാറ്റണേ അല്ലാ, ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ ആര് എന്ത് കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തോ അവരൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ, അവരൊക്കെ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ ക്യാൻസർ പോലത്തെ രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ. അല്ലാഹുവേ സങ്കടം തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ. അല്ലാഹുവേ കരുണക്കടലായ തമ്പുരാനെ, കാരുണ്യവാനായ അല്ലാ, അല്ലാഹുവേ ഞങ്ങൾ ഓരോരുത്തരും നിന്റെ മുമ്പിലേക്ക് കൈകൾ നീട്ടുന്നവരാണ്, ഞങ്ങളെ തട്ടല്ലേ അല്ലാ. ഒരുപാട് ആളുകൾ ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. പടച്ചോനെ നീ ഖായിബാക്കല്ല അല്ലാ, സങ്കടത്തിലാക്കല്ലേ റബ്ബേ. അല്ലാഹുവേ കരുണക്കടലായ അല്ലാ, ഞങ്ങളുടെ പലരുടെയും പ്രിയപ്പെട്ട ഉപ്പമാര്, ഉമ്മമാര്, സഹോദരങ്ങള്, ഭാര്യമാര്, ഭർത്താക്കന്മാര് പലരും വിട പറഞ്ഞ ഖബറിൽ ഉണ്ട് അല്ലാ.
പടച്ചോനെ അവരുടെയൊക്കെ വേദനകളെല്ലാം മാറ്റണേ അല്ലാ. ഖബർ ജീവിതം റാഹത്തിലാക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ. അല്ലാ ഇവിടെ പറഞ്ഞു പോയ 3 വയസ്സുള്ള പൊന്നുമോന്റെ മാതാവിനും പിതാവിനും സ്വബർ കൊടുക്കണേ അല്ലാ. നാളെ മാതാവിനും പിതാവിനും ഒരു മുതൽക്കൂട്ടാക്കി മാറ്റണേ റബ്ബേ. അല്ലാഹുവേ ആരൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങൾ മനസ്സിൽ നീയത്ത് വെച്ചുകൊണ്ട് ഈ മജ്ലിസിലിരിക്കുന്നോ, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫാ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ നിന്റെ സ്വർഗത്തിന്റെ പരിമളം ലഭിക്കുന്നവരില് ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. നിന്റെ നരകത്തിന്റെ ആളാക്കല്ല അല്ലാ. പടച്ചോനെ ഞങ്ങളുടെ ദുആയ നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.